നമസ്കാരം കേട്ടാ. നമ്മുടെ ആരോഗ്യ മേഖല അതിഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. പുറം നാടുകളിൽ നിന്ന് പോലും, പിന്നെ അമേരിക്കയിൽ നിന്ന് പോലും ഫോൺ ചെയ്ത് ചോദിക്കുന്ന ഒരവസ്ഥ. ഇത്രയും അതിഗംഭീരമായ രീതിയിൽ വളരെ കുറഞ്ഞ ചിലവിൽ ചികിത്സാ രീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ അമേരിക്ക പോലും മാതൃകയാക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനിയിപ്പോൾ ട്രംപ് ഇവിടെ വന്നിട്ട് കേരളത്തിൻ്റെ സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ട്രംപിൻ്റെ ഫാമിലിയും നേരെ അമേരിക്കയിൽ നിന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വരുന്നു എന്നാണ് കേട്ടത്. എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരായ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച പ്രവർത്തകരോടാണ്. നിങ്ങൾ സാധാരണക്കാരാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഒക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ സാധാരണഗതിയിൽ നിങ്ങളും പോകേണ്ടി വരുന്നത് സർക്കാർ ആശുപത്രിയിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ നാളെ നിങ്ങൾക്ക് ഈ ഗതി ഉണ്ടാവും. അന്നും ഈ ന്യായീകരണവുമായിട്ട് ഈ മന്ത്രിമാരും എല്ലാവരും വരും. അവനവൻ്റെ കുടുംബത്ത് വരുമ്പോഴേ വേദനിക്കുള്ളൂ. കണ്ടവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചേലാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ അനുഭവമാവും നിങ്ങളുടേത്. ഇതിനെതിരെ നിങ്ങളും പ്രതികരിക്കണം. സഖാക്കളെ, നിങ്ങളും പ്രതികരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കും നാളെ ഇതേ അവസ്ഥയുണ്ടാവും. ഇത് നിസ്സാരമായ ചെറിയൊരു പിഴവല്ല. കത്രിക മുതൽ പഞ്ഞിക്കെട്ട് വരെ തിരികെ കയറ്റുന്ന ആശുപത്രികളുള്ള നാടാണ് നമ്മുടേത്. എന്നിട്ട് ആ ഡോക്ടർമാരെ സംരക്ഷിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലുമോ ഇവരുടെ മകളോ അല്ലെങ്കിൽ ഇവരോ ആരെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോകുമോ ചികിത്സിക്കാൻ? പോകില്ല. ഇത് സാധാരണക്കാരൻ അനുഭവിച്ച് പണ്ടാരടങ്ങി തീർന്നു പോയാലും ഇനി ഇവിടെ എത്ര കേസ് ഇതുപോലെ വന്നിരുന്നാലും ഇവർ ന്യായീകരണവുമായി മെഴുകാനായിട്ട് ഇറങ്ങുകയാണ്. ഇവരൊക്കെ അത് അറിയാവൂ. ഇവരെന്ത് ചെയ്താലും അതിനെ ന്യായീകരിച്ച് ശീലിച്ചു പോയി. തെറ്റേത് ശരിയേതെന്ന് ഇവർക്ക് അറിയില്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഈ കേരളം നമ്പർ 1 ആയതാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്? എന്തുകൊണ്ട് ഇവരാരും ഇവിടെ ചികിത്സിക്കുന്നില്ല? അപ്പം ഇവർക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടൂല എന്ന് ഇവർക്കറിയാം. ഇത് അനുവദിച്ചുകൂടാ. ജനങ്ങളുടെ ജീവൻ കൊണ്ടുള്ള കളിയാണ് ഇവർ കളിക്കുന്നത്, ഈ സർക്കാർ കളിക്കുന്നത്, ഈ ആരോഗ്യമന്ത്രി കളിക്കുന്നത്. കത്രിക കയറ്റി വെച്ച ഡോക്ടർ പറഞ്ഞ എന്താണ്? വയറ്റിനകത്ത് കത്രികയൊക്കെ ഇല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, 5-6 കൊല്ലം കൂടെ ഇരുന്നെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെയാണോ ഒരു ഡോക്ടർ പ്രതികരിക്കേണ്ടത്? ഇവർക്ക് എങ്ങനെയാണ് ഡോക്ടർ ആയതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിരുത്തരവാദമായ ഒരു പ്രതികരണമല്ലേ ഇവർ നടത്തിയത്. ഇനി ഒരു കാര്യം ചെയ്യുക, ആ കത്രിക ഇരുന്ന ആ സ്ത്രീയുടെ വയറ്റിൽ നിന്ന് സർജറി ചെയ്ത് കത്രിക തിരിച്ചെടുത്തല്ലോ. ഈ ഇതേ കത്രിക കൊണ്ടുവന്ന് ഇവരുടെ പള്ള കീറി ആ പള്ളയ്ക്കകത്തിട്ട് കൊടുക്കണം. ഇവരും കൊണ്ട് നടക്കട്ടെ. ഇവർക്കും അതിൻ്റെ വേദന അറിയട്ടെ എന്താണെന്ന്, ഇതിൻ്റെ സുഖം എത്രത്തോളമെന്ന് അവരും അറിയട്ടെ. ഒരു കഴിവുമില്ലാത്ത, ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാത്ത ഇമാതിരി ജന്തുക്കളെയൊക്കെ പിടിച്ച് ഡോക്ടറാക്കിയന്മാരാണ് അടിക്കാൻ.